ദൈവത്തിന് സ്തോത്രം. വീണ്ടും എഫേസ് ലേഖന പഠനത്തിലേക്ക് സ്വാഗതം. ചില വ്യക്തിപരമായിട്ടുള്ള തിരക്കുകളൊക്കെ കാരണം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചു, ക്ഷമിക്കുമല്ലോ. തുടർന്നുള്ള വീഡിയോകൾ കൃത്യസമയത്ത് തന്നെ പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളും പ്രാർത്ഥിക്കുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നു വരാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. എഫേസ് ലേഖനം 4-ാം അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 4-ാം അധ്യായത്തിൻ്റെ 13 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത്. പ്രധാനമായിട്ടും അവിടെ നമ്മൾ ആ 4-ാം അധ്യായത്തിൻ്റെ 7 മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ ദൈവം സഭയിൽ കൃപാവരങ്ങളെ നൽകിയിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കൃപാവരങ്ങളുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ കൃപാവരങ്ങളിലൂടെ എന്താണ് സഭയിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ആ വിഷയങ്ങളിലേക്ക് ഞാൻ വീണ്ടും മടങ്ങിപ്പോകുന്നില്ല. നിങ്ങൾ ആ വീഡിയോകൾ കേട്ടിട്ടില്ലെങ്കിൽ യൂട്യൂബിൽ ആ വീഡിയോകൾ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോകൾ വാച്ച് ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഇന്ന് നമ്മൾ എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളാണ് വായിക്കാനായിട്ട് പോകുന്നത്. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ഇവിടെ ഈ ദൈവം സഭയിൽ കൃപാവരങ്ങളെ നൽകിയിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ കൃപാവരങ്ങളിലൂടെ എന്താണ് സംഭവിക്കേണ്ടത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തു. അപ്പോൾ ആ കൃപാവരങ്ങൾ സഭയിൽ ഉപയോഗിക്കപ്പെടുന്നതിലൂടെ ഈ കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുമ്പോൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്ത ആ കാര്യങ്ങൾ സഭയിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഫലമായിട്ട്, അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ടായിട്ട് എന്താണ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ 15-ാം വാക്യത്തിൽ പറയുകയാണ്, നമ്മൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയായിത്തീരും. സോ ദാറ്റ് സ്പിരിച്വൽ ഗ്രോത്ത് ഓർ സ്പിരിച്വൽ മെച്യൂരിറ്റി, ഇപ്പം ആത്മീക വളർച്ച, ആത്മീക പക്വത, അത് വിശ്വാസികൾ നേടിയെടുക്കുന്നത്, അറ്റൈൻ ചെയ്യുന്നത് ഈ കൃപാവരങ്ങളുടെ ശുശ്രൂഷകളിലൂടെയാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പം ആ കൃപാവര ശുശ്രൂഷകൾ നടക്കുമ്പോൾ തന്നെ നമ്മൾ 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഈ സ്പിരിച്വൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ആത്മീക പക്വത നേടിയെടുക്കുന്നതിൽ നിന്ന് അവരെ തടയുന്ന, അല്ലെങ്കിൽ അവരെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് 14-ാം വാക്യത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? അങ്ങനെ. അപ്പം അങ്ങനെ എന്ന് പറഞ്ഞാൽ ഈ 13-ാം വാക്യം വരെയുള്ള കാര്യങ്ങൾ ആ ദൈവം സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന ആ 4 കൃപാവര ശുശ്രൂഷകന്മാരിലൂടെ 5 വിധ ശുശ്രൂഷകളിലൂടെ സഭയിൽ നടക്കുമ്പോൾ ആ വിശ്വാസികൾ അതിലൂടെ തികഞ്ഞ പുരുഷത്വവും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും വിശ്വാസത്തിലുള്ള ഐക്യതയും ആ സമ്പൂർണതയുടെ അളവുമൊക്കെ പ്രാപിച്ച് വരുന്നതിലൂടെ, അതാണ് അവിടെ അങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുന്നതിലൂടെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. അപ്പോൾ അവിടെ ഈ 14-15 വാക്യങ്ങൾ തമ്മിലൊരു കമ്പാരിസനാണ്. 14-ാം വാക്യത്തിൽ അലഞ്ഞുഴലുന്ന ശിശുക്കളെക്കുറിച്ച് പറയുക, 15-ാം വാക്യത്തിൽ ക്രിസ്തു എന്ന തലയോളം വളർന്നവരെ കുറിച്ച് പറയുക. അപ്പം വളർച്ചയില്ലാത്ത ശിശുക്കളെയും വളർച്ച പ്രാപിച്ചവരെയും തമ്മിലൊരു കമ്പാരിസൺ നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്താണ് ഈ ശിശുക്കളുടെ പ്രത്യേകത? അവർ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്നവരാണ്. എന്നുവെച്ചാൽ അവർക്ക് ക്രിസ്ത്യൻ ഡോക്ട്രിൻസ്, ക്രിസ്തീയ ഉപദേശങ്ങൾ എന്താണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല.
എന്താണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. കാരണം അവരാകപ്പാട് അവരുടെ സഭയെ കേൾക്കുന്നത് യേശു നിൻ്റെ രോഗം മാറ്റും, യേശു നിന്നെ വിടുവിക്കും, ഇന്നാണ് നിൻ്റെ വിടുതലിൻ്റെ ദിവസം എന്നൊക്കെയാണ് ഇവർ കേൾക്കുന്നത്. അല്ലാതെ ഡോക്ടറിന് എന്താണ്, ക്രിസ്തീയ വിശ്വാസ സത്യങ്ങൾ എന്താണ് എന്ന് അവരെ പഠിപ്പിക്കുന്നില്ല. പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്കറിയില്ല. അതുകൊണ്ട് ഒരു ദുരുപദേശം അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു ഉപദേശം അവർ കേൾക്കുമ്പോൾ ശരി ഏതാണെന്ന് അവർ പഠിച്ചിട്ടില്ലാത്തത് കൊണ്ട് തെറ്റായിട്ടുള്ള ഒരു ഉപദേശം അവർ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആ തെറ്റായിട്ടുള്ള ഉപദേശത്തിലേക്ക് അവർ വഴുതി വീഴാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഒരു ഉപദേശം വരുമ്പോൾ അവർ അതിൻ്റെ പുറകെ പോകും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും വേറെ ആരെങ്കിലും വന്ന് വേറൊരു ഉപദേശം പറയുന്നത്, അപ്പോൾ അവർ അതിൻ്റെ പുറകെ പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ മൂന്നാമതൊരു കൂട്ടർ വന്നിട്ട് മൂന്നാമതൊരു ഉപദേശം പറയും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവരതിൻ്റെ പുറകെ പോകും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓരോ ഉപദേശങ്ങൾ വരുന്നതിനനുസരിച്ച് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലഞ്ഞുകൊണ്ടിരിക്കും. അതാണ് ഇവരുടെ പ്രത്യേകത. കാരണം എന്താ, ഇവർക്ക് ഉപദേശം എന്താണെന്ന് അറിയില്ല. അപ്പം അവരെ ബൈബിൾ വിളിക്കുന്നത് ശിശുക്കൾ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ടോസ് ചെയ്യപ്പെടുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആടിക്കളിക്കുന്ന വിശ്വാസികൾ ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസികൾ അങ്ങനെ. ഞാൻ പലയിടത്തും ബൈബിൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന പല ചോദ്യങ്ങളുണ്ട്. പഠിപ്പിച്ച് വരുമ്പം കോണ്ടക്സ്റ്റിലായിട്ട് ചോദിക്കുന്നതാണ്. ചിലരോട് ചോദിക്കും യേശു ദൈവമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായിട്ട് അറിവില്ല. ചിലവർ ആണെന്ന് പറയും, ചിലവർ അല്ലെന്ന് പറയും. അപ്പം ഞാൻ യേശു ദൈവമാണോ ദൈവപുത്രനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ പറയും ദൈവമാണ്, ചിലർ പറയും ദൈവപുത്രനാണ്. യേശു സൃഷ്ടിയാണോ എന്ന് ചോദിച്ചാൽ ചിലർ പറയും അതെ, ചിലർ അല്ലെന്ന് പറയും. അല്ലെന്ന് പറയുന്നവരടുത്ത് യഹോവ സാക്ഷികളൊക്കെ ഉദ്ധരിക്കുന്ന ചില വാക്യങ്ങളൊക്കെ എടുത്തിങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടുകൊണ്ട് പിന്നെ അവസാനം ചോദിച്ചു കഴിയുമ്പോൾ അവരപ്പാടെ കൺഫ്യൂഷനിലാകും. അപ്പോൾ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസികൾക്ക് യേശുവിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഉപദേശങ്ങൾ, നാം വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയില്ലാത്ത വിശ്വാസികളെ കൊണ്ട് നമ്മുടെ സഭകൾ നിറഞ്ഞിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ളവർ ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ആടിക്കളിച്ചുകൊണ്ടിരിക്കും. അതാണ് അവരുടെ പ്രശ്നം. അപ്പം ഇവരെ ആടിക്കളിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇവരെ പ്രശ്നത്തിലാക്കാനായിട്ടുള്ള 2-3 കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യരുടെ ചതിയാൽ. അപ്പോൾ മറ്റുള്ളവർ ഇവരെ വന്നിട്ട് എന്ത് ചെയ്യും, ചതിക്കും, വഞ്ചിക്കും. എന്ന് വെച്ചാൽ എന്താ ചതിക്കുക എന്ന് പറഞ്ഞാൽ, റിയാലിറ്റി ഒന്നായിരിക്കെ അതല്ല റിയാലിറ്റി എന്ന് പറഞ്ഞ് മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഇവർക്ക് സത്യം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാതെ നുണകളും അസത്യങ്ങളും അർത്ഥസത്യങ്ങളും ഒക്കെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തിട്ട് അതാണ് സത്യം എന്ന് പറഞ്ഞിട്ട് അവരെ ചതിക്കും. അപ്പം അങ്ങനെ മനുഷ്യരുടെ ചതിയാലും ഉപായത്താൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, വളരെ ഉപായത്തിലായിരിക്കും, അതായത് വളരെ ബുദ്ധിപൂർവമായിരിക്കും ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ യഹോവസാക്ഷികളോട് അങ്ങനെയുള്ളവരോടൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, അവരിങ്ങനെ ഒരു പാറ്റേൺ പോലെ, യഹോവസാക്ഷികൾ മാത്രമല്ല, എംബർ ഇമ്മാനുവൽ, പല ദുരുപദേശക്കാരോട് നിങ്ങൾ സംസാരിച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അവർക്ക് മാല പോലെ കുറേ വാക്യങ്ങൾ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇട്ടിട്ടുണ്ട് അവർ. അപ്പോൾ അവർ ഒരു വാക്യം പറഞ്ഞിട്ട് അവർ നേരെ അടുത്ത വാക്യത്തിലേക്ക് കൊണ്ടുപോകും. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി എന്ന് പറയും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാണ്. അപ്പോൾ അവരതിങ്ങനെ മാല പോലെ അതവരുടെ ഒരു ഉപായമാണ്, അത് ഒരു ട്രിക്കാണത്. ഓക്കെ, ഇതുപോലെ പല ഉപായങ്ങൾ അവർ ഉപയോഗിക്കും. അങ്ങനത്തെ ഉപായങ്ങളിലൂടെയും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം. അപ്പോൾ ഈ വചനമറിയാത്ത, ഉപദേശമറിയാത്ത നമ്മുടെ വിശ്വാസികൾ എന്തു ചെയ്യും, ഇങ്ങനെയുള്ളവരുടെ തന്ത്രങ്ങളിൽ അവരെന്ത് ചെയ്യും, കുടുങ്ങിപ്പോകും എന്നാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പം ഇത് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടെ കാണേണ്ട ഒരു കാര്യമാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവസഭകൾ ഇന്ന് ഗൗരവത്തോടുകൂടെ ചിന്തിക്കേണ്ട വിഷയം ഇതാണ്. കാരണം ദൈവം സർവശക്തനാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയും സർവശക്തനാണ്, ആർക്കതിനകത്ത് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന്
രോഗം സൗഖ്യമാക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും. ദൈവത്തിന് രോഗം സൗഖ്യമാക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നെല്ലാവരും സമ്മതിക്കും. ആർക്കും അതിനകത്ത് എതിരഭിപ്രായമൊന്നുമില്ല. ദൈവം അത്ഭുതം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും സമ്മതിക്കും അത്ഭുതം ചെയ്യുന്ന. ഇതൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇതല്ല സഭകളിൽ പഠിപ്പിക്കേണ്ടത്, ഇതല്ല സഭകളിൽ പ്രസംഗിക്കേണ്ടത്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മുടെ വിശ്വാസികൾക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. അവിടെ പ്രശ്നങ്ങൾ മാറ്റുന്ന ഒരു സൂപ്പർ പവർ. ഈ ബാലരമയിലും ഒക്കെ കോമിക്കിലൊക്കെ കാണുന്ന പോലത്തെ ഉള്ള സ്പൈഡർമാനോ സൂപ്പർമാനോ അങ്ങനത്തെ എന്തൊക്കെയൊക്കെ സാധനങ്ങളില്ലായിരുന്നു. എന്തെങ്കിലും ഒരു ആൾക്കാർക്ക് എന്തെങ്കിലും, അല്ല ഈ പണ്ട് മായാവി എന്ന് പറഞ്ഞ കഥയുണ്ടായിരുന്നു. ആ രാജുവിനും രാധ എന്നും പറയുന്ന 2 പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പം മായാവിയെ വിളിക്കുന്നു, മായാവി വരുന്നു, പ്രശ്നം തീർത്തു കൊടുക്കുന്നു. ഇതുപോലത്തെ ഒരു സൂപ്പർ പവറായിട്ട് ആൾക്കാർ ദൈവത്തെ കാണാം. അതെല്ലാവർക്കും അറിയാം. അങ്ങനെയാണ് എല്ലാവരുടെയും കൺസെപ്റ്റ്. അതിന് നിങ്ങൾ സഭയിൽ പ്രത്യേകിച്ച് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പ്രസംഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അതൊക്കെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത് എന്നവരെ പഠിപ്പിക്കൂ. ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? ദൈവം ഏകനാണോ ത്രിയേകനാണോ? പഠിപ്പിക്കൂ. യേശു ദൈവമാണോ? പഠിപ്പിക്കൂ. ബൈബിൾ എന്തുകൊണ്ട് നമ്മൾ ദൈവവചനം എന്ന് വിശ്വസിക്കുന്നു? പഠിപ്പിക്കൂ. അത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി എനിക്കറിയാം. പക്ഷേ ആ റിസ്ക് എടുക്കാൻ താങ്കൾക്ക് മനസ്സില്ലെങ്കിൽ അതിനർത്ഥം ദൈവം താങ്കളെ സഭയിൽ ശുശ്രൂഷകനായിട്ട് നിയമിച്ചിട്ടില്ലെന്ന് അതിനർത്ഥം. ഞാനങ്ങനെ പറയുന്നതിൽ എനിക്ക് വേദനയുണ്ട്, പക്ഷെ പറയാതിരിക്കാനായിട്ട് കഴിയില്ല. ഞാനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കോംപ്രമൈസിങ്ങിൻ്റെ ആവശ്യമേ ഇങ്ങനത്തെ വിഷയങ്ങളില്ല. ഉള്ള സത്യങ്ങൾ മുഖത്ത് നോക്കി പറയുക എന്ന് തന്നെ എനിക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം അത് ചെയ്യാനായിട്ട് അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. നമ്മൾ പഠിക്കണം, നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊരു വ്യക്തത ഉണ്ടാകണം. ആ വ്യക്തത വരുത്താനും അത് നിങ്ങളുടെ സഭാജനങ്ങൾക്ക്, നമ്മുടെ സഭയിൽ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവരെ പഠിപ്പിക്കാനും നമുക്ക് താല്പര്യവും അതിനുള്ള തയ്യാറും നമ്മളില്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഈ പണി നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോകുന്നതാണ് നല്ലത്. എന്തിനാണ് നമ്മൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന 50-60 പാവപ്പെട്ട മനുഷ്യരെ തെറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നത്? എന്തിനാണ് നമ്മളവരെ തെറ്റിപ്പോകാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്? നിങ്ങളത് നിർത്തിയിട്ട് മാറിക്കഴിഞ്ഞാൽ ദൈവം വേറെ ആരെങ്കിലും അവിടെ ആക്കുമെന്നേ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിൽ വേദന കൊണ്ട് പറഞ്ഞതാണ്. നമ്മൾ ചെയ്യേണ്ടത് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം എന്താണ്? കാരണം ഇന്ന് ക്രിസ്തീയ സഭ വലിയൊരു അപകടത്തിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇതിന്ന് തുടങ്ങിയതല്ല, 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ തുടങ്ങിയിരുന്നു. മാത്രമല്ല 1-ാം നൂറ്റാണ്ട് മുതൽ തന്നെ, അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ തന്നെ ഈ അപകടത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ഒത്തിരി തന്നിട്ടുണ്ട്. നമ്മൾ വളരെ വ്യക്തമായിട്ടത് മനസ്സിലാക്കിയിരിക്കണം. ഇതൊരു വലിയ അപകടമാണ്. നമ്മുടെ സഭകൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു അപകടമായത്. ഞാൻ പലപ്പോഴും ചില മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രാർത്ഥനാ വിഷയമായിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ യൗവനക്കാരൊക്കെ സഭകളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അവർ പ്രാർത്ഥിക്കാറുണ്ട്. നല്ല കാര്യമാണ്, നമ്മൾ പ്രാർത്ഥിക്കണം, തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ അത് കഴിഞ്ഞ് ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു, ശരിയാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് യുവാക്കൾ നമ്മുടെ സഭകളിൽ നിന്ന് അകന്നു പോകുന്നത് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. അവരകന്നു പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ബൈബിൾ അധിഷ്ഠിതമായിട്ടുള്ള ക്രിസ്തീയ ഉപദേശങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളും അവിടെ തലയ്ക്കുള്ളിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കാനായിട്ട് ആളുകളുണ്ട്. പക്ഷെ അവർ സഭയിലേക്ക് വരുമ്പോൾ നമ്മൾ യേശു നിന്നെ വിടുവിക്കും, യേശു നിന്നെ സൗഖ്യമാക്കുന്നു മാത്രം പറഞ്ഞ് അവരങ്ങ് പറഞ്ഞേക്കുകയും ചെയ്യും. ഇതല്ലേ യാഥാർത്ഥ്യം? അപ്പോൾ അവർ നോക്കുമ്പോൾ ഈ ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അവർക്ക് വിശദീകരിക്കാനായിട്ടോ മനസ്സിലാക്കാനായിട്ടോ കഴിയുന്നില്ല. അപ്പോൾ അവരവർക്ക് തോന്നിയ വഴിക്ക് പോകുന്നു. അതാരുടെ കുറ്റമാണ് പ്രിയപ്പെട്ടവരെ? അവരുടെയോ നമ്മുടെയോ? അതിന് ദൈവസന്നിധിയിൽ ആരാ കണക്ക് പറയേണ്ടത്? അവരാണോ അതോ നമ്മളാണോ?
ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. അപ്പോൾ ബൈബിള് നേരത്തെ തന്നെ ഈ കാര്യത്തെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. കുറച്ച് വാക്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് ഒരുപക്ഷെ കുറച്ചധികം വാക്യങ്ങൾ നമ്മൾ ഈ വിഷയത്തിലൊന്ന് വായിച്ച് ചില കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചേ മതിയാകുള്ളൂ. ചിലപ്പം ഈ ഒരു ക്ലാസ് 2-3 എപ്പിസോഡുകൾ വരെയൊക്കെ ചിലപ്പോൾ നീണ്ടുപോയേക്കാം. ക്ഷമയോടുകൂടെ നിങ്ങൾ കേൾക്കുക. കാരണം ഇത് അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ തീർച്ചയായിട്ടും വളരെ അർജൻറ്റായിട്ട് ഫേസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ നേരിടേണ്ട ഒരു വിഷയമാണിത്. ഓക്കെ, കുറച്ച് വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്ക് ആദ്യം വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായത്തിൻ്റെ 30 അല്ലെങ്കിൽ 29 മുതൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതായത് 21 മുതൽ 29 മുതൽ 28 മുതൽ നമുക്കൊന്ന് വായിക്കാം. അപ്പം ആ പാസേജ് മൊത്തത്തിൽ നമുക്ക് കിട്ടും. 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അവിടെ എങ്ങനെയാണ് വായിക്കുന്നത്? നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുവാനായി വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും. അതുകൊണ്ട് ഉണർന്നിരിക്കുവിൻ. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തന് ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളുവിൻ. നിങ്ങൾക്ക് ആത്മീക വർധന വരുത്തുവാനും സകല വിശുദ്ധന്മാരോടും കൂടെ അവകാശം തരുവാനും കഴിയുന്ന ദൈവത്തിലും അവൻ്റെ കൃപയുടെ വചനത്തിലും ഞാൻ നിങ്ങളെ ഇപ്പോൾ ഫലമേൽപ്പിക്കുന്നു. നോക്കിയേ, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാം തൻ്റെ 3ാമത്തെ മിഷണറി യാത്രയുടെ ഏകദേശം അവസാന സമയത്ത് തന്നെ യെരുശലേമിലേക്ക് പോകുന്ന വഴിക്ക് എഫസോസിലുള്ള സഭയുടെ മൂപ്പന്മാരെ, നമ്മൾ ഈ പഠിക്കുന്ന എഫസോസിലെ ഈ സഭയുടെ മൂപ്പന്മാരെ വിളിച്ച് അവരുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. 25-ാം വാക്യം തൊട്ടൊക്കെ വായിക്കുമ്പോൾ, നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് കടന്നവനായി എൻ്റെ മുഖം നിങ്ങളുടെ ആരും കാണുകയില്ല എന്ന് പറഞ്ഞിട്ട് 26-ാം വാക്യത്തിൽ പറയാം, അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല. 27-ാം വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 28-ാം വാക്യം തൊട്ട് അവരോട് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം? അപ്പം നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല. കാരണം ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ നിങ്ങളോട് അറിയിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ തന്നെയും താൻ യേശു സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയെ മേയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവൻ. അപ്പം മൂപ്പന്മാരോട് പറയുക, അല്ലെങ്കിൽ പാസ്റ്റേഴ്സിനോട് അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരോട് പറയുകയാണ്, നിങ്ങളെ പരിശുദ്ധാത്മാവ് ഒരു ആട്ടിൻകൂട്ടത്തിൻ്റെ ഇടയരായിട്ടാക്കി വച്ചിരിക്കുക. ഓക്കെ, അപ്പം സഭ എന്ന് പറയുന്നത് യൂണിവേഴ്സലാണ്. ആ യൂണിവേഴ്സലായിട്ടുള്ള സഭയെ ആടുകളുടെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുക. അതാണ് ലോക്കൽ ചർച്ചുകൾ, പ്രാദേശിക സഭകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓരോ യൂണിറ്റിനകത്തും, ഓരോ ലോക്കൽ ചർച്ചിനകത്തും, ഓരോ പ്രാദേശിക സഭയ്ക്കകത്തും ആ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനായിട്ട് ദൈവം നിങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആക്കി വച്ചിരിക്കുക. അപ്പം ആ നിങ്ങൾ മേയ്ക്കുന്ന ആ ആട്ടിൻകൂട്ടത്തെ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ടേക്ക് കെയർ ഓഫ് ദം. അവരെ സൂക്ഷിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഒരിടയൻ ആട്ടിൻകൂട്ടത്തെ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ഈ ഇടയൻ ശ്രദ്ധിക്കണം. ആട്ടിൻകൂട്ടത്തോടുള്ള ബന്ധത്തിൽ
പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്പർ 1, ഒന്നാമത്തത്, ആ ആടുകൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം ലഭിക്കുന്നു എന്ന് ഇടയൻ ഉറപ്പാക്കണം. കാരണം ആരോഗ്യകരമായ ഭക്ഷണം ലഭിച്ചില്ലെങ്കിൽ ആടുകൾ വിശന്ന് ചത്തുപോകും. ഇന്നത്തെ പല സഭകളിലും നിങ്ങൾ വിശ്വാസികളെ നോക്കി അവർ ചത്ത വിശ്വാസികളാണ് എന്ന് പറയുമ്പോൾ അവർ ചാകാനുള്ള കാരണം നിങ്ങളാണ് എന്നുള്ളത് മറക്കരുത്. എന്താ കാരണം? നിങ്ങളവർക്ക് ഭക്ഷണം കൊടുത്തില്ല. നിങ്ങൾ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയ്ക്കും കോട്ടേജ് മീറ്റിങ്ങിനും ഒക്കെ യേശു സൗഖ്യമാക്കും, യേശു വിടുവിക്കുന്നു മാത്രം പറഞ്ഞുകൊണ്ടിരുന്നു. നമ്മുടെ മുമ്പിലിരിക്കുന്ന ആട്ടിൻകൂട്ടത്തിന് എന്ത് കിട്ടിയില്ല? ഭക്ഷണം കിട്ടിയില്ല. കിട്ടാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവർ ചത്തുപോയി. അപ്പം നമ്മളവരെ കുറ്റം പറയാം, അവർ ചത്ത വിശ്വാസികളാണ്. ഓക്കെ. അപ്പം ഇടയൻ ആടിന് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കണം. 2, ഇടയൻ ചെയ്യേണ്ടത് ആടിൻ്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ ഈ ആട് പോയി കടിച്ച് തിന്നാതെ സൂക്ഷിക്കണം. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയിലെ വിശ്വാസികൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റുള്ളവരിലൂടെ എന്തൊക്കെ തരം പഠിപ്പിക്കലുകളാണ് അവരുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇല്ലല്ലോ. ഇനി അങ്ങനെ ഒരു ഐഡിയ കിട്ടിയാലും നമുക്കതിനെക്കുറിച്ച് വല്ല ചിന്താക്കുഴപ്പം പ്രശ്നമുണ്ടോ? ഇല്ല. നമ്മൾ പറയും, പോകുന്നവനൊക്കെ പോട്ടെ, നിൽക്കേണ്ടവൻ എന്ത് ചെയ്യും? നിൽക്കും. അങ്ങനെയാണോ? ഒരു ഇടയൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പൗലോസ് 26-ാം വാക്യത്തിൽ പറഞ്ഞേ, നിങ്ങൾ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ ഉത്തരവാദിയല്ല എന്ന്. പൗലോസ് അത് പറഞ്ഞു. കാരണം പൗലോസ് അത് പറയാൻ കാരണം എന്താണെന്നറിയാമോ? എൻ്റെ കാരണം 2 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 27-ാം വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അറിയിച്ചു കഴിഞ്ഞിട്ടാണ് പൗലോസ് ഇത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, ഇനി നിങ്ങൾ നശിച്ചു പോയാൽ ഞാൻ എന്തല്ല? ഉത്തരവാദിയല്ല. മാത്രമല്ല അതിൻ്റെ 34-ാം വാക്യത്തിലും പറയുന്നുണ്ട്, ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തരും ബുദ്ധി പറഞ്ഞു കൊടുത്തു. ഞാൻ വിശദീകരിക്കാൻ വരുമ്പോൾ ഇത് 2ഉം ചെയ്തു കഴിഞ്ഞിട്ടാണ് പൗലോസ് പറഞ്ഞു ഇനി നശിച്ചു പോയാൽ എനിക്ക് ഉത്തരവാദിത്വമില്ലെന്ന്. പക്ഷെ ഇത് ചെയ്യാതെ ഒരുത്തൻ നശിച്ചു പോയിട്ട് പോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം സോറി ടു സേ, നമ്മൾ ഇടയന്മാരല്ല. ഒരു ഇടയൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഓക്കെ. ഇനി ഇടയൻ്റെ 3ാമത്തെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, ഈ ആടിനെ പിടിച്ച് നശിപ്പിക്കാനായിട്ട് വരുന്ന ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ഈ ആടിന് സംരക്ഷണം കൊടുക്കണം. അവൻ്റെ തന്ത്രങ്ങളിൽ നിന്ന്, അവൻ്റെ ഉപായങ്ങളിൽ നിന്ന് ഈ ആടിന് സംരക്ഷണം കൊടുക്കണം. എങ്ങനെയാണ്? അവനെ നേരായിട്ടുള്ള പഠിപ്പിക്കുന്നതിലൂടെ. അപ്പോൾ അതവിടെ പറഞ്ഞത്, ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചു കൊള്ളുവൻ. എന്നിട്ട് പറയുക, ഞാൻ പോയ ശേഷം, അപ്പം ഞാനുള്ളിടത്തോളം സമയം പൗലോസ് പറയും, ഞാൻ നിങ്ങളെ സൂക്ഷിച്ചു. ഇനി ഞാൻ പോയതിന് ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. അപ്പോൾ ഇത് നേരത്തെ മുൻകൂട്ടി പറഞ്ഞതാണ്. നിങ്ങളുടെ ഇടയിൽ ആര് കടക്കും? ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ. അപ്പോൾ ആട് ചത്തുപോക്കോട്ടെ എന്ന് വെക്കുന്നവന് ഇടയനെന്നല്ല പൗലോസ് പറഞ്ഞത്, അവരെ ആദരിക്കാത്ത ചെന്നായ്ക്കളാണ് അവരെ. ഇന്ന് നമ്മളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു നിമിഷം ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ ഇടയനാണോ ചെന്നായിയാണോ? പോകുന്നവനൊക്കെ ചത്തുപോകുന്നവനൊക്കെ പൊക്കോട്ടെ എന്നാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ, ഖേദത്തോടെ ഞാൻ പറയട്ടെ, നമ്മൾ ഇടയനല്ല, നമ്മൾ ചെന്നായ. ഇടയനാണെങ്കിൽ അവൻ ആട്ടിൻകൂട്ടത്തെ ആദരിക്കുന്നവനായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ കടന്നിട്ട് അവരെന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? ശിഷ്യന്മാരെ തങ്ങളുടെ പുറകെ വലിച്ചു കളയുവാനായി
വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പം എവിടുന്ന്? നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ. അപ്പം ഇവരെ പൗലോസ് പഠിപ്പിച്ചതാണ്. പക്ഷേ സ്റ്റിൽ ഇവർ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? വിപരീതോപദേശം പ്രസ്താവിക്കാനായിട്ട് തുടങ്ങും. എന്തിന്? ശിഷ്യന്മാരെ തങ്ങളുടെ പുറകെ വലിച്ചുകൊണ്ട് പോകാൻ. അതാ എഫെസ്യത്തിൽ നമ്മൾ വായിച്ചത്, കാറ്റിനാൽ അലഞ്ഞുഴലുക എന്ന് പറയുന്നത്, ഓരോരുത്തരുടെ പുറകെ പോകുക. അങ്ങനെയുള്ളവർ എഴുന്നേൽക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 31 വാക്യം, ഉണർന്നിരിക്കണം. എന്താ ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ? ജാഗ്രതയുള്ളവരായിരിക്കുക. ബി കെയർഫുൾ, ബി വാച്ച്ഫുൾ. ജാഗ്രതയുള്ളവരായിരിക്കണം. ഞാൻ 3 സംവത്സരം രാപ്പകൽ ഇടവിടാതെ കണ്ണുനീർ വാർത്തുകൊണ്ട് ഓരോരുത്തനും ബുദ്ധി പറഞ്ഞു തന്നത് ഓർത്തുകൊള്ളു. അപ്പം പറഞ്ഞു തന്ന ബുദ്ധി മാത്രമല്ല ഓർക്കേണ്ടത്, ബുദ്ധി പറഞ്ഞു തന്ന പ്രവൃത്തിയും നിങ്ങൾ ഓർക്കണം. എന്തിനാ പ്രവൃത്തി ഓർക്കുന്നത്? നിങ്ങളതുപോലെ ചെയ്യാനായിട്ട്. ഞാൻ എന്ത് പറഞ്ഞു തന്നു എന്ന് മാത്രമല്ല നിങ്ങൾ ഓർക്കേണ്ടത്, ഞാൻ പറഞ്ഞു തന്നിരുന്നു എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എന്തിനാ? നിങ്ങളതുപോലെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. എങ്ങനെ? രാപ്പകൽ. അത് രാത്രിയോ പകലോ എന്ന് വ്യത്യാസമില്ലാതെ. ചിലപ്പോൾ ഒരു പാതിരാത്രി ആയിരിക്കും നിങ്ങളുടെ ഒരാട് നിങ്ങളെ വിളിച്ചിട്ട്, ഇങ്ങനെയൊരു കൺഫ്യൂഷൻ എനിക്കുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനിപ്പോൾ ഉറങ്ങുക, എനിക്കിപ്പോൾ നേരെ പറ്റില്ല. രാവിലെ ആകുമ്പോഴേക്കും അവൻ ചിലപ്പോൾ ചത്തുപോകും. രാത്രിയോ പകലോ എന്ന് വ്യത്യാസമില്ലാതെ കണ്ണുനീർ വാർത്തുകൊണ്ട്. എന്താ കണ്ണുനീർ വാർത്തു എന്ന് പറഞ്ഞാൽ? വളരെ സിൻസിയറായിട്ട് പറയുമ്പോഴാണ് കണ്ണുനീര് വരിക. അല്ലാതെ വെറുതെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് പറയുമ്പോൾ നമുക്ക് കണ്ണീര് വരത്തില്ല. നമ്മളത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചില കാര്യങ്ങൾ പറയുമ്പോഴാണ് കണ്ണുനീര് വരിക. മാത്രമല്ല അവരകപ്പെട്ടിരിക്കുന്ന പ്രശ്നം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് കണ്ണുനീര് വരിക. അങ്ങനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത് നിങ്ങൾ ഓർത്തുകൊള്ളുമേ. ഇത് പറയുക, ഞാൻ നിങ്ങളെ ഇപ്പം എന്ത് ചെയ്യുന്നു? ദൈവത്തിലും അവൻ്റെ വചനത്തിലും ഞാൻ നിങ്ങളെപ്പോൾ ഫലമേൽപ്പിക്കുന്നു. അപ്പോൾ പൗലോസ് നേരത്തെ പറഞ്ഞു, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ, വിപരീതോപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും എന്ന് പൗലോസ് അവിടെ പറഞ്ഞു വെച്ചു. ഓക്കെ, ഇനി റോമാലേഖനം 16 അധ്യായത്തിലേക്ക്, 17 അധ്യായം ഇല്ലല്ലോ, റോമാലേഖനം 16 അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 16 അധ്യായത്തിൻ്റെ 17-18 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നത്, സഹോദരന്മാരെ, നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായ ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെയല്ല, തങ്ങളുടെ വയറിനെ അത്രേ സേവിക്കുകയും ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. ഇവിടെയും പൗലോസ് റോമിലുള്ള സഭയ്ക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. എന്താണ്? നിങ്ങൾ പഠിച്ച ഉപദേശത്തിന് വിപരീതമായി. പൗലോസ് റോമാലേഖനത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ചും തുടർന്നുള്ള വിശ്വാസത്താലുള്ള ജീവിതത്തെക്കുറിച്ചും വ്യക്തമായിട്ട് പഠിപ്പിച്ചു. എന്നിട്ട് പറയുക, ഈ ഉപദേശത്തിന് വിപരീതമായിട്ട് ദ്വന്ദ്വപക്ഷങ്ങളെയും ഇടർച്ചകളെയും ഉണ്ടാക്കുന്നവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവരുടെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യരുത്? പോകരുത്. അവരുടെ പുറകെ നിങ്ങൾ പോകരുത്. മക്കളെ, ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. കേൾക്കുന്ന എല്ലാ ഉപദേശത്തിൻ്റെയും പുറകെ പോകരുത്. കേൾക്കുന്ന എല്ലാ ഉപദേശത്തിൻ്റെയും പുറകെ പോകരുത്. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ അത് വിശദീകരിച്ച് തരാൻ ദൈവം കൃപ കൊടുത്തിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ബൈബിൾ ടീച്ചേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. നിങ്ങൾ അവരോട് സംസാരിക്കുക, അവരോട് ചോദിക്കുക, ഇങ്ങനെ കേൾക്കുന്നു, ഇത് ശരിയാണോ തെറ്റാണോ, അവരോട് ചോദിക്കുക. എന്നിട്ട് അവരുമായിട്ട് ചർച്ച ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ തീരുമാനിക്കൂ. അല്ലാതെ കേൾക്കുന്നതിൻ്റെ എല്ലാം പുറകെ പോകരുത്. കേൾക്കുന്നതിൻ്റെ എല്ലാം പുറകെ പോകരുത്. ശ്രദ്ധിച്ചോണം. അവരോട് അകന്ന് മാറുകയും. ഇനി അവരുടെ പ്രത്യേകത എന്താ? അങ്ങനെയുള്ളവരുടെ പ്രത്യേകത എന്താ? കുറച്ച് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. അവർ കർത്താവായ യേശുക്രിസ്തുവിനെ അല്ല,
തങ്ങളുടെ വയറിനെ എത്ര സേവിക്കുന്നത്. ഇവർ സേവിക്കുന്നത് ആരെയാ? കർത്താവിനെയല്ല സേവിക്കുന്നത്, തങ്ങളുടെ വയറിനെയാണ് സേവിക്കുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഇവർ കർത്താവിൻ്റെ ദാസന്മാരല്ല, വയറിൻ്റെ ദാസന്മാരാണ്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? കർത്താവിനെയാണ് സേവിക്കുന്നതെങ്കിൽ, കർത്താവിൻ്റെ ദാസന്മാരായിരുന്ന അവരെങ്കിൽ അവർ കർത്താവിനെ പ്രസാദിപ്പിക്കാനും ദൈവരാജ്യത്തിന് പ്രയോജനം വരാനുമായിട്ടായിരിക്കും അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ വയറിനെയാണ് അവർ സേവിക്കുന്നതെങ്കിൽ, വയറിൻ്റെ ദാസന്മാരാണെങ്കിൽ അവർ വയറിനെ പ്രസാദിപ്പിക്കാനും വയറിന് പ്രയോജനമുള്ള കാര്യങ്ങൾ നടക്കാനും വേണ്ടിയായിരിക്കും അവരിത് ചെയ്യുക. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ദുരുപദേഷ്ടാക്കന്മാരുടെ എല്ലാം ലക്ഷ്യം സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും. ഒരു സംശയം വേണ്ട. ദുരുപദേഷ്ടാക്കന്മാരാണോ അവരുടെ ലക്ഷ്യം? സാമ്പത്തിക അഭിവൃദ്ധിയായിരിക്കും. സാമ്പത്തിക അഭിവൃദ്ധിയാണോ അവരുടെ ലക്ഷ്യം? അവർ ദുരുപദേഷ്ടാക്കന്മാരായിരിക്കും. ഞാനല്ല പറയുന്നത്, ബൈബിളാണ് പറയുന്നത്. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിശോധിച്ച് നോക്കിക്കോളൂ. അവർ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നോക്കുന്നവരായിരിക്കും, അല്ലേ? അതെ. അവർ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എങ്ങനെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കുന്നവരായിരിക്കും അവർ. അതുകൊണ്ട് അവർ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ ദൈവത്തിന് കൊടുത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. എന്നിട്ട് അവർ പറയും ഞങ്ങൾക്ക് തരാൻ പറയും. അപ്പോൾ അവരാണോ ദൈവം? ഞാൻ കൊടുക്കുന്നതിനെതിരല്ല. ദൈവമക്കൾ കൊടുക്കണം. വേദപുസ്തകത്തിൻ്റെ പ്രമാണമാണത്. നമ്മൾ കൊടുക്കണം. പക്ഷേ നമ്മൾ കൊടുക്കുന്നത് 10 മടങ്ങ് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടല്ല. വീരാജാവ് 1 വെച്ചാൽ 10, ആ പരിപാടി അല്ലിത്. അങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥത്തിൽ ദൈവത്തോടല്ല നിങ്ങളെ അടുപ്പിക്കുന്നത്, നിങ്ങളെ സമ്പത്തിനോട് അടുപ്പിക്കുകയും അതിലൂടെ അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുമായിട്ടുള്ള ശ്രമമാണ്. അവർ കർത്താവിനല്ല വയറിനെയാണ് സേവിക്കുന്നത്. എന്നിട്ട് പറയുക, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുന്നു. സാധുക്കൾ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലാത്തവരല്ല. അതായത് ഈ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, പെട്ടെന്ന് ഈ ശുദ്ധഹൃദയർ എന്നൊക്കെ പറയുന്ന പോലെ, അവരെ അവരുടെ അടുത്ത് ചെന്നിട്ട് ചക്കരവാക്കും മുഖസ്തുതിയും ഒക്കെ പറയും. എന്താ ചക്കരവാക്ക് എന്ന് പറഞ്ഞാൽ? അവരിങ്ങനെ സോപ്പിടുക, ഭയങ്കര സോപ്പിങ്ങാണ്. ചില ആൾക്കാരെയൊക്കെ കണ്ടിട്ടില്ലേ, ചില പാസ്റ്റർമാർ അല്ലെങ്കിൽ മൂപ്പന്മാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അച്ഛന്മാർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ടീംസിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഈ ചില പൈസ ഉള്ള ആൾക്കാരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഭയങ്കര സ്നേഹം, കവന്ന് വീഴുകയാണ്. എന്നിട്ട് അയ്യോ ചക്കരവാക്ക് മുഖസ്തുതി ഇതൊക്കെ എന്തിനാ? അവരെ വഞ്ചിക്കാനാ, അല്ലേ? അതെ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ നമ്മുടെയൊക്കെ സഭകളിൽ നേപ്പാളിലോ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ആഫ്രിക്കയിലോ സുഡാനിലോ അല്ലെങ്കിൽ നൈജീരിയയിലോ എവിടെയെങ്കിലുമൊക്കെ മിഷണറി പ്രവർത്തനം നടത്തുന്നവർ മിഷണറി നമ്മുടെ സഭയിലുണ്ടെന്ന് വയ്ക്കുക. അദ്ദേഹം ലീവിന് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും പാസ്റ്റർമാർ അദ്ദേഹത്തെ പോയി വിസിറ്റ് ചെയ്യാറൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് വിസിറ്റിങ്ങിന് വരുന്ന കൂട്ടത്തിൽ അവിടെ കയറുന്നല്ലാതെ അയാൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് പോയി അങ്ങനെ ഒരു പരിപാടിയൊന്നുമില്ല. എന്നാൽ അമേരിക്കയെന്നോ കാനഡയെന്നോ UK-ന്നോ ഗൾഫിൽ നിന്നോ ഒക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ വന്നിറങ്ങുന്നതിൻ്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം അവിടെ വിസിറ്റിങ്ങിന് ചെല്ലും. എൻ്റെ അർത്ഥം എന്താ? ഞാൻ സഭാശുശ്രൂഷയിലായിരുന്നപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട്. മുമ്പ് അവിടെ ശുശ്രൂഷിച്ചിരുന്ന കർത്താവിൻ്റെ ദാസന്മാർ
ഈ പറഞ്ഞ പോലെ എന്താണ്, അവിടെ വിദേശത്തു നിന്നൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഓൺ ദി സ്പോട്ട് പറഞ്ഞു വരും അവിടെ വിസിറ്റ് ചെയ്യാനായിട്ട്. എന്താ എൻ്റെ കാരണം? അപ്പം അവിടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ? അതവിടെ പറഞ്ഞത് ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയും. ആരെ? ദുരുപദേശക്കാരാ അവർ. അവർ കർത്താവിൽ വളർന്നിട്ടില്ല. അവർ കർത്താവിനെ അല്ല സേവിക്കുന്നത്. കർത്താവിനെയാണ് സേവിക്കുന്നതെങ്കിൽ ഒരിക്കലും ഞാൻ പറഞ്ഞത് അവരെ മാനിക്കരുതെന്നോ അല്ലെങ്കിൽ അവരെ വിസിറ്റ് ചെയ്യരുതെന്നോ അല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ ഒരു രീതി കാണുമ്പം അതല്ലേ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. അത് നമ്മൾ വിസിറ്റ് ചെയ്യണം, തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കാരണം വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് ഒത്തിരി ടെൻഷനുകളുണ്ട്, ഒത്തിരി ഭാരങ്ങളുണ്ട്. അവർക്ക് കുറച്ച് ശമ്പളമൊക്കെ ചിലപ്പോൾ കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ അവരുടെ കഷ്ടതയും അവരുടെ പേഴ്സണൽ പ്രശ്നങ്ങളും ഒന്നും ആ നാട്ടിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അവർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളവരെ വിസിറ്റ് ചെയ്യുകയും അവരെ എൻകറേജ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പക്ഷേ വിസിറ്റിങ് അവർ വരുമ്പോൾ മാത്രമാകും ഇതിനകത്ത് എനിക്ക് ചോദ്യം വരുന്നത്. അപ്പം അതുപോലെ മറ്റൊരാൾ വരുമ്പോഴും അവിടെയും നമുക്ക് ചെല്ലാനായിട്ട് പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഒക്കെ, ഇല്ലെങ്കിൽ അതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരും. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഉള്ള കാര്യങ്ങൾ തുറന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാ പൗലോസ് അവിടെ പറഞ്ഞത്. അങ്ങനെയുള്ളവർ ദ്വന്ദ്വപക്ഷങ്ങളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവർ കർത്താവായ ക്രിസ്തുവിനെ അല്ല തങ്ങളുടെ വയറിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ച് കളയുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഒന്നും പുറകെ നമ്മൾ എന്ത് ചെയ്യരുത്? അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആകരുത് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇനി 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നു, എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. പൗലോസ് പറയുക, എനിക്കൊരു ഭയമുണ്ട്. എന്താ? ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ മനസ്സ് വഷളായി പോകുമോ എന്ന്. എങ്ങനെ? ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത വേറൊരു യേശുവിനെ പ്രസംഗിക്കുമ്പോൾ നിങ്ങളവനെ അംഗീകരിക്കുന്നു. അതായത് വിപരീത ഉപദേശം, ദുരുപദേശം പ്രസംഗിക്കുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ യേശുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നതിന് വിപരീതമായിട്ടുള്ളത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളവരെ അംഗീകരിക്കുന്നു. മറ്റൊരാത്മാവ്, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. വേറൊരു സുവിശേഷം, അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നു. ഈ ഭാഗം നമ്മൾ വിശദമായിട്ട് മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. എൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ പൗലോസ് പറയുക, പലരും വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത യേശുവിനെ, ഞങ്ങൾ പഠിപ്പിക്കാത്ത സുവിശേഷം, ഞങ്ങളിലൂടെ ലഭിക്കാത്ത ആത്മാവ്, ഇതൊക്കെ സഭകളിലേക്ക് വരും. എന്തിനാണ്? നിങ്ങളെ ക്രിസ്തുവിലുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയുവാനായിട്ട്. ഇതേ കാര്യം തന്നെ ഗലാത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. എന്താണ് അവിടെ? ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ.
അപ്പം ചിലർ വന്നിട്ട് ഇവരെ മറിച്ച് കളയാനായിട്ട്, എന്താണ്, സുവിശേഷം മറിച്ച് കളയാനായിട്ട് വേറൊരു സുവിശേഷം എന്ത് ചെയ്യാണ്, പ്രസംഗിക്കുക ചെയ്യുന്നത്. എന്നിട്ട് 8-9 വാക്യങ്ങളിൽ പറയുക, എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 9 വാക്യത്തിലും അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആവർത്തിച്ച് പറയുക, അവൻ ശപിക്കപ്പെട്ടവൻ. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിലെ ഉപദേശങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അതിന് വിപരീതമായിട്ട് പഠിപ്പിക്കുന്നവരെ, പ്രസംഗിക്കുന്നവരെ നമ്മൾ അംഗീകരിക്കരുത്. അവരുടെ പുറകെ നമ്മൾ പോകരുത്. ദൈവവചനം വ്യക്തമായിട്ടുള്ള മുന്നറിയിപ്പ് നമുക്ക് നൽകുന്നു. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെയാണ്, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആര്? അപ്പം ഇവരുടെ കണ്ണിന് മുമ്പിൽ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് കിട്ടിയിരിക്കെ ഇവരെ ക്ഷുദ്രം ചെയ്ത മയക്കിയതായിട്ട് പറയുകയാണ്. ഞാൻ ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുക. കർത്താവിനെ വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യും. നമ്മൾ പറഞ്ഞത്, ഉപദേശത്തിൻ്റെ നാനാ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കരുത് നമ്മൾ. സഭയ്ക്കകത്തിത് വരും എന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ വചനത്തിലൂടെ മുന്നമേ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ നടുവിൽ സൂക്ഷിക്കുവാൻ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ യഥാർത്ഥ ദൈവോചനത്തിലെ ഉപദേശങ്ങൾ പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കി തീർക്കുവാനുള്ള വലിയൊരു വെല്ലുവിളി എന്ന് സഭകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ തന്നെ ഞാൻ സഭയിലെ വിശ്വാസികളോട് പറയട്ടെ, ഏതെങ്കിലും ഒരു ഉപദേശം കേട്ടാൽ അതിൻ്റെ പുറകെ നിങ്ങൾ ഓടരുത്. നിങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം പഠിപ്പിക്കുന്ന ദൈവദാസന്മാരിവിടെ ഉണ്ട്. അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക, അവരോട് നിങ്ങൾ സംസാരിക്കുക. എന്നിട്ട് മാത്രമേ നിങ്ങളൊരു തീരുമാനം എടുക്കാവൂ. കാരണം നിങ്ങളെ തെറ്റിച്ച് കളയാനാണ് ദുരുപദേശങ്ങളും വിപരീതോപദേശങ്ങളും ഒക്കെ വരുന്നത്. മറക്കരുത്, സൂക്ഷിക്കുക. അടുത്ത എപ്പിസോഡിൽ കർത്താവിനെ വെച്ചാൽ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, അവിടുന്ന് അവിടുത്തെ ശരിയായ ഉപദേശം അവിടുത്തെ വചനത്തിലൂടെ, അവിടുത്തെ പുത്രനിലൂടെ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുവാൻ, അത് കൃത്യമായിട്ട് പഠിപ്പിക്കുവാൻ, അതിൽ നിലനിൽക്കുവാൻ, അതിന് വിപരീതമായിട്ട് വരുന്ന ഉപദേശങ്ങളുടെ പുറകെ പോകാതെ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.